ദൈവത്തിൻ്റെ തിരുവഴുത്തിൻ്റെ കേൾവിക്ക് വേണ്ടിയിട്ട് നമ്മെ തന്നെ ഒരുക്കേണ്ടത് വളരെ ആവശ്യമാണ്. തിരുവചന കേൾവിക്ക് മുൻപായി നമ്മൾ ഒരുക്കണമെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ദൈവം പ്രസ്താവിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ നമ്മൾ വചനങ്ങൾക്ക് കേട്ടിരുന്നെങ്കിൽ മാത്രമേ കേട്ട കാര്യങ്ങളെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആദ്യം ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം, അടുത്ത് വന്നിരുന്ന് കേൾക്കണം. കേൾക്കുന്ന കാര്യങ്ങളെ പഠിക്കുകയും ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുമായി നാം തയ്യാറാകണം. കേട്ടത് പഠിക്കുകയും പഠിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നും കടാക്ഷം എപ്പോഴും ഉണ്ടായിരിക്കും. അവരെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ആമേൻ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ, ഭയപ്പെടണ്ട, ദൈവം നിന്നോട് കൂടെ എപ്പോഴും ഉണ്ടാകും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമുക്ക് വേഗത്തിൽ നമ്മുടെ വേദപുസ്തകങ്ങളെ തുറക്കാം. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം, ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 11-ാമത്തെ വചനം. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 11-ാം തിരുവചനം. എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. തിരുവചനത്തിനായി നമുക്കൊരു നിമിഷം കണ്ണുകളെ മൂടി തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിലും ഇന്ന് പകലിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. തിരുവഴുത്തിൻ്റെ ഘനഗാംഭീര്യത എത്രത്തോളം വലുത് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ ആത്മീക യാത്രയിലും ഞങ്ങളുടെ വഴി പട്ടുപോകാതെ വിശ്വാസ കപ്പലിന് ഇടർച്ച വരാതിരിക്കാൻ അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യം എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ ഒരുക്കുകയാണ്. ഹൃദയങ്ങളെ ഒരുക്കുന്നു, മനസ്സിനെ ഒരുക്കുന്നു, ചെവികളെ തുറക്കുന്നു. കർത്താവെ, ഇരു കൈയും നീട്ടി തിരുവചനത്തിൻ്റെ അരുളപ്പാടുകളെ സ്വീകരിക്കാൻ ഞങ്ങളെ തന്നെ ഒരുക്കപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഉപദേശിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ, കൂടെ ഇരിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. തിരുകരത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സഭ ഒന്ന് ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ ആലയത്തിൽ നാം വരുമ്പോൾ നമ്മുടെ ഭാരങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നാം വന്നിട്ടും നമ്മുടെ ഭാരവും പ്രയാസവും നീങ്ങിപ്പോകുന്നില്ല എങ്കിൽ ശരിയായ ഒരു പരിശോധന നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു നോക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പെട്ടെന്ന് ശരീരത്തിൽ നിലനിൽക്കുന്ന ഒരു അസ്വസ്ഥത ഉണ്ടായി, അത് രോഗം എന്ന നിലയിൽ നിൽക്കുകയാണ് എന്ന് കരുതുക. എത്ര തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ചികിത്സ നമ്മുടെ ശരീരത്തിന് നാം കൊടുത്തിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ പ്രയാസത്തിൽ നിന്നും വേദനയിൽ നിന്നും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് മറികടന്ന് വരാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോൾ നാം പെട്ടെന്നൊരു വൈദ്യനെ ആശ്രയിക്കാറുണ്ട്. വൈദ്യസഹായം തേടി പോകുമ്പോൾ വൈദ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ ഉപാധിയാണ് അല്ലെങ്കിൽ മാനദണ്ഡമാണ്: നിങ്ങൾ പോയി ഞാൻ പറയുന്ന കാര്യങ്ങളെ ഒക്കെയും ശോധന ചെയ്തിട്ട് വരൂ. ആദ്യം നിങ്ങളുടെ രക്തത്തെ ശോധന ചെയ്യൂ, നിങ്ങളുടെ സ്രവത്തെ നിങ്ങൾ ശോധന ചെയ്യൂ. ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും എടുത്ത് പരിശോധിക്കാൻ കഴിയുന്ന എല്ലാറ്റെയും പരിശോധിച്ചാനന്തരം വൈദ്യൻ ഒരു മറുപടി പറയും: ഇതാണ് നിങ്ങളുടെ കുഴപ്പം. അങ്ങനെ ആ കുഴപ്പം, ആ കാരണത്തെ ചികിത്സിച്ച് നാം മാറ്റുമ്പോൾ പിന്നീട് നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഇടവരാതെ വരുന്നു. ഇത് തന്നെയാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചും. കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ വിശ്വാസത്തിന് ആരോഗ്യമുണ്ടാകേണ്ടതിന്, നിങ്ങളുടെ ആരാധനയ്ക്ക് ആരോഗ്യമുണ്ടാകേണ്ടതിന്, ദൈവത്തോടുള്ള നിങ്ങളുടെ സമീപനത്തിന് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകേണ്ടതിന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ഒരുപോലെ പ്രബോധിപ്പിക്കുന്ന ഒരു ഘടകം: നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എല്ലാ തിരുവഴുത്തിലും അതിൻ്റെതായ തനിമയുണ്ട്. നമ്മൾ 26 മുതൽ 29 രൂപ കൊടുത്ത് 1/2 ലിറ്റർ കവർ പാല് വാങ്ങുമ്പോൾ ആ പാലിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പാലിൻ്റെ തനിമയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ആ 1/2 ലിറ്റർ കവർ പാല് നമ്മൾ വാങ്ങുന്നത്.
നമ്മളൊരു ചായക്കടയിൽ ചെന്ന് രൂപ 10 കൊടുത്ത് നല്ലൊരു ചായ കുടിക്കുമ്പോൾ നാം വിശ്വസിക്കുന്നു ആ ചായക്കപ്പിനുള്ളിൽ ചായയുടേതായ തനിമ നിലനിൽക്കും. തിരുവഴുത്തിന്റെയും തിരുവചനത്തിന്റെയും തനിമ എന്ന് പറയുന്നത് ഇത് ദൈവത്തിന്റെ വാക്കുകളാകയാൽ അതിൻ്റെ ഉള്ളിൽ ദൈവം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രാരംഭത്തിൽ ദൈവസഭയോട് ഇങ്ങനെ ഉണർത്തിച്ചത്, നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളെ കേൾക്കുമ്പോൾ മനഃപൂർവമായി തിരുവചനത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കളയുന്ന എല്ലാ ഡിസ്റ്റർബൻസുകൾക്കും സ്റ്റോപ്പ് ചെയ്യുക ആദ്യം. എന്നിട്ട് അടുത്ത് വരിക. 1, ദൈവത്തിൽ നിന്നും കേൾക്കുക. 2, പഠിക്കുക. 3, പ്രവർത്തിക്കുക. 4. ഈ 4 കൂട്ടം കാര്യങ്ങളും ഈ 4 ചേരുവകളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പക്വതയനുസരിച്ചും പാകപ്പെടുത്തിയും വന്നു കഴിഞ്ഞാൽ ഭാരവും പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ നിക്കക്കള്ളിയില്ലാതെ ഓടിപ്പോകുന്നത് ദൈവമക്കൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. പ്രവാചകനായ യിരെമ്യാവ് യഹൂദ രാജ്യം രാജാവിന്റെ സാന്നിധ്യത്തിൽ വാഴ്ച അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ദൈവമക്കളോട് അരുളപ്പാട് അറിയിക്കാൻ വേണ്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപായി തന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസനും അഭിഷിക്തനുമാണ് യിരെമ്യാവ്. അദ്ദേഹം ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. പൗരോഹിത്യ വേലകളിൽ കൈത്താങ്ങൽ കൊടുക്കാൻ തന്റെ ജീവിതത്തെ ചെറുപ്പകാലം മുതൽ സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും ആരാധനകളിൽ കൈത്താങ്ങൽ കൊടുക്കാൻ, അർപ്പണങ്ങളിൽ കൈത്താങ്ങൽ കൊടുക്കാൻ, തന്റെ പൂർവ്വ പിതാക്കന്മാർ ദൈവാലയത്തിനകത്ത് ചെയ്തു വന്നിരുന്ന എല്ലാ ആരാധന പാരമ്പര്യങ്ങൾക്കും പിൻപോട്ടല്ല മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഭൃത്യനും ദാസനുമാണ് യിരെമ്യാവ്. യിരെമ്യാവ് അവിടെ നിൽക്കട്ടെ. യിരെമ്യാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചത് ഒരു വലിയ ആട്ടിൻകൂട്ടത്തെ അടിമത്വത്തിൽ നിന്നും ദൈവം തന്റെ കൈ ഉപയോഗിച്ച് വിമോചിച്ചാനന്തരം മനുഷ്യർ എല്ലാവരും പറഞ്ഞു, എല്ലാ ദേശങ്ങളിൽ ഞങ്ങൾ കാണുമ്പോൾ തലയെടുപ്പുള്ള, തലയിൽ കിരീടം വച്ച, തിളങ്ങുന്ന ജ്വല്ലറി ഇട്ട, രക്താംബരം ധരിച്ച രാജാക്കന്മാരെ കണ്ട അവരുടെ തേജസ് ഞങ്ങളുടെ കണ്ണിൽ നിന്നും മാറാതെ നിൽക്കുന്നതിനാൽ ഞങ്ങളെയും ഭരിക്കാൻ ദൃശ്യമായ നിലവാരത്തിൽ തലയിൽ കിരീടം വച്ച, കയ്യിൽ ചെങ്കോലണിഞ്ഞ്, രക്താംബരമണിഞ്ഞ്, സ്വർണ്ണാഭരണങ്ങളാൽ തിളക്കമുള്ള, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ തേജസ് അനുഭവിക്കാൻ കഴിയുന്ന ഒരു രാജാവിനെ ഞങ്ങൾക്കും വേണം. ജനത്തിന്റെ വാശി, ജനത്തിന്റെ പിടിവാശി ദൈവത്തിന്റെ ഇംഗിതമാണോ? അല്ല. ദൈവത്തിന്റെ ഇഷ്ടമാണോ? അല്ല. ദൈവത്തിന്റെ അടുക്കൽ വന്ന് ദൈവത്തിൽ നിന്ന് കേട്ട് ദൈവത്തിൽ നിന്ന് പഠിച്ച് ദൈവത്തിൽ നിന്നും പ്രവൃത്തിയിൽ കൊണ്ടുവന്നതാണോ? അല്ലേ അല്ല. ആരുടെ വാശി? ആരുടെ ആവശ്യം? ജനത്തിന്റെ ആവശ്യം. ദൈവത്തെ കുറിച്ച് പറയുന്നു, ദൈവം കരുണാസമ്പന്നനും ദീർഘക്ഷമയുമുള്ളവനാകയാൽ അവരുടെ ആവശ്യത്തെ ദൈവം നിവർത്തീകരിച്ചു. റോമാലേഖനം ഇങ്ങനെ പറയുന്നു, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം. അപ്പോ ഒരു ബഹുകൂട്ടം ദൈവം രക്ഷിച്ചു വന്ന ഒരു കൂട്ടത്തെ മേയ്ക്കാനായി ഒരൊറ്റ രാജ്യമായി ഒരു നേതാവിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു. എന്നാൽ നാം വായിക്കുന്നു ഇപ്രകാരം, ചരിത്രത്തിൽ 3 നേതാക്കന്മാർ കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ നേതാവായിരുന്നവൻ ദൈവത്തിന്റെ വചനത്തോട് അനുസരണം കേൾക്കാതെ, ദൈവത്തിന്റെ അടുക്കൽ വന്ന് കേട്ടുപഠിക്കാതെ ഭാര്യമാരുടെ അടുക്കൽ പോയി കേട്ടുപഠിച്ച്, ദൈവത്തിൽ നിന്നും കേട്ടുപഠിച്ചത് പ്രവർത്തിക്കാതെ ഭാര്യമാരിൽ നിന്നും കേട്ടുപഠിച്ചത് പ്രവർത്തിച്ച്, ദൈവത്തിൽ നിന്നും കേട്ട് പഠിച്ച് പ്രവർത്തിച്ച് ദൈവത്തിന് ഇഷ്ടം ചെയ്യേണ്ടതിന് പകരം ഭാര്യമാരിൽ നിന്നും കേട്ട് പഠിച്ചു പ്രവർത്തിച്ച് ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. ഒറ്റ രാജ്യമായിരുന്നതിനെ 2ആയി പിരിച്ച് ദൈവത്തിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. ദൈവം ഒറ്റക്കൂട്ടമായി ഒരു നാമം വിളിക്കാൻ ഒരുമിച്ച് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന തന്റെ ജനത്തെ വിശ്വസ്തയോടെ ഭരിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാലയളവ് വരെയും ദൈവം കൊടുത്തതിനെ വർദ്ധിപ്പിച്ചോ അതിനെ നഷ്ടപ്പെടുത്താതെയോ ദൈവകരങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതിന് പകരം ദൈവകരങ്ങളിൽ കൊടുത്ത ആ ഭരണത്തെ, അധികാരത്തെ, കൃപയെ 2ആയി മുറിച്ച് ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങൾ അവിശ്വസ്തർ തന്നെ, ഞങ്ങളെ കൊള്ളൂല എന്ന് പറഞ്ഞ് മുമ്പിൽ കൊണ്ടുവച്ചു. അവർ പോയി.
രക്ഷിക്കുകയും ഏകനായി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയും ഏകനായി വിടുവിക്കുകയും ഏകനായി വിമോചിക്കുകയും ചെയ്ത് ഈ വിശിഷ്ട ജീവിതത്തെ തൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം തന്നിൽ നിന്ന് കേൾക്കുകയും തന്നിൽ വന്നെടുത്തിരുന്ന് പഠിക്കുകയും പഠിച്ചതിന് പ്രവർത്തിക്കുകയും ചെയ്ത് തൻ്റെ ഇഷ്ടം ചെയ്ത് തൻ്റെ മഹത്വം നാമാകുന്ന ആലയത്തിൽ എല്ലാ കാലത്തും സദാകാലത്തും നാം ആയിരിക്കുന്നിടത്തോളം കാലം മുഴങ്ങിക്കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നത് നമ്മുടെ ചെയ്തികൾ നിമിത്തം നമ്മുടെ ജീവിതത്തെ കീറി പറിച്ച് ഭംഗിയില്ലാതാക്കി ദൈവം മുമ്പിൽ വച്ചിരിക്കുന്ന അവസ്ഥ. യിരെമ്യാവിനോട് പറയാണ്, യിരെമ്യാവേ, നീ ഭയപ്പെടാതെ ആലയത്തിൽ ആരാധിക്കാൻ വരുന്നവർ കേൾക്കേണ്ടതിന് പടിയുടെ മുകളിൽ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ നീ ആരാധിക്കാൻ വരുന്നവർ കേൾക്കെ വിളിച്ചു പറയണം, തിരുവചനത്തിന്റെ തനിമ നഷ്ടപ്പെട്ടു പോകാതെ. അവരോട് പറയണം, നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കാം, പക്ഷെ ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കട്ടെ, നിങ്ങളുടെ ജീവിതം എൻ്റെ കണ്ണിൽ മോശമായി പോയി. എൻ്റെ കണ്ണിൽ നിങ്ങളുടെ ജീവിതം മോശമായി പോയി. ആരാധിക്കാൻ വന്നവർ ചിന്തിക്കുന്നു, പറയുന്നു, പരസ്പരം സംസാരിക്കുന്നു, ഞങ്ങളുടെ ജീവിതം എവിടെ മോശമായി പോയി? ഞങ്ങളെ ഭരിക്കാൻ രാജാവുണ്ടല്ലോ, ജീവിക്കാൻ കോട്ട മതിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഭവനമുണ്ടല്ലോ, ഒരു കോട്ടയുണ്ടല്ലോ, അകത്ത് നിവാസമുണ്ടല്ലോ, അകത്ത് ഭക്ഷണമുണ്ടല്ലോ, ഞങ്ങളുടെ ബന്ധുക്കൾ, മിത്രാദികൾ, ചാർച്ചക്കാർ ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. ഈ ചെറുക്കൻ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ ദൈവത്തിന് മുമ്പാകെ മോശമായി പോയി എന്നോ? അപ്പോൾ ഒരു അവബോധത്തിന് വേണ്ടി നമ്മൾ വായിച്ച വാക്യത്തിൽ ദൈവം ഇങ്ങനെ പ്രസ്താവിക്കുന്നു, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? മറ്റൊരു പരിഭാഷയിൽ നിന്നും ഞാൻ നിങ്ങളെ വായിച്ചൊന്ന് കേൾപ്പിക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും മൂലാർത്ഥത്തിലും അല്പം കൂടെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് അർത്ഥം ഗ്രഹിക്കാൻ കഴിയുന്നത്. ഒരു ലളിതമായ മലയാളം പരിഭാഷ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെയാണ്: എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? ഇതാ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു. 3 കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, എൻ്റെ നാമത്തെ വഹിച്ചിരിക്കുന്ന എൻ്റെ ആലയം. മരുഭൂമിയിലെ മണ്ണിൽ ഉയർത്തിക്കെട്ടിയ ശീലകൾ കൊണ്ട് ഉയർത്തിക്കെട്ടിയ സമാഗമന കൂടാരം. ദൈവമേ, ഞാൻ കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ അങ്ങ് എങ്ങനെ തുണികൾക്കുള്ളിൽ വസിക്കുന്നു? ഒരു വലിയ ദാഹം ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായ ദാവീദിനുണ്ടാവുകയും നിന്റെ കയ്യിൽ ചോര പുരണ്ടിരിക്കുന്നത് കൊണ്ട് നിന്റെ മകനിലൂടെ ഒരു ആലയം പണിയാമെന്ന് പറയുകയും ദൈവം പറഞ്ഞതനുസരിച്ച് ശലോമോൻ ദേവാലയം പണിതുയർത്തുകയും 1 രാജാക്കന്മാർ 6, 7, 8, 9 അധ്യായങ്ങളിലായിട്ട് വരുമ്പോൾ ശലോമോൻ താൻ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ദൈവാലയത്തിന്റെ പണിതുയർത്തുമ്പോൾ മറുഭാഗത്ത് തീർന്നതിന് ശേഷം തൻ്റെ അരമനയുടെയും പണി ചെയ്തു തീർക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കേണ്ട, ദൈവമേ, ഈ ആലയത്തിൽ അങ്ങയുടെ നാമത്തെ സ്ഥാപിക്കണം. ഇവിടെ നിന്ന് ആര് വിളിച്ചാലും അങ്ങ് വിളി കേൾക്കണം. ഇവിടെ നിന്നും മുഴക്കുന്ന അപേക്ഷകൾക്ക് അങ്ങ് ഉത്തരമരുളണം. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും പ്രയാസവും ഭാരവും മാറി ആശ്വാസം ലഭിക്കണം. പ്രാർത്ഥന പ്രാർത്ഥിച്ച് അരമനയിലേക്ക് പോയപ്പോൾ എന്നും എക്കാലവും ദർശനത്തിൽ വരുന്നത് പോലെ ദൈവം ഇതാ ദർശനത്തിൽ തൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നു. ശലോമോനോട് പറയുകയാണ്, ശലോമോൻ, നീ കഴിച്ച പ്രാർത്ഥന ഞാൻ കേട്ടു. ആമേൻ. എന്നിട്ട് പറയുകയാണ്, നീ പറഞ്ഞതിന് പ്രകാരവും നിന്റെ അപ്പനായ ദാവീദിനോട് ഞാൻ പറഞ്ഞതിന് പ്രകാരവും നീ ഉയർത്തിക്കെട്ടിയതായ ഈ ആലയത്തിൽ എൻ്റെ നാമത്തെ ഞാൻ ഇതാ സ്ഥാപിച്ചിരിക്കുന്നു. അർത്ഥം, ഈ നാമത്തിൽ ഇതാ എൻ്റെ നാമത്തെ ഞാൻ വഹിച്ചിരിക്കുന്നു. നാമം വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ വഹിക്കുക എന്നർത്ഥം. നാമം വഹിക്കുക എന്ന് വെച്ചാൽ എന്നിലെ ഗുണങ്ങളെ വഹിക്കുക എന്നർത്ഥം. എൻ്റെ നാമത്തെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ നാമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ വ്യക്തിയുടെ എല്ലാ ഗുണങ്ങളും, ആ വ്യക്തിയുടെ ബലവും, ആ വ്യക്തിയുടെ ശക്തിയും, ആ വ്യക്തിയുടെ അറിവും, ആ വ്യക്തിയുടെ തേജസ്സും, ആ വ്യക്തിയുടെ മഹത്വവും ആ നാമം ആരുടെ മേലിരിക്കുന്നോ, എന്തിൻ്റെ മേലിരിക്കുന്നുവോ അവിടെ ഉണ്ട് എന്നർത്ഥം. ഹല്ലേലൂയ. അപ്പോ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെയ്തു കൊള്ളാം. പക്ഷെ താഴോട്ട് കർത്താവ് ഒരു കണ്ടീഷൻ പറഞ്ഞു, ശലോമോന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താത്തൊരു കണ്ടീഷൻ, ശലോമോന്റെ ചിന്തയിൽ പോലും വരാത്തൊരു കണ്ടീഷൻ. ശലോമോന്റെ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറഞ്ഞ് ദൈവസഭ പിരിഞ്ഞു പോയിട്ടും
അതിനകത്ത് കൂടി വന്ന ഒരു ഇസ്രായേലിയരുടെ തലയിലും വരാത്ത ഒരു ചിന്ത ദൈവം അവിടെ പറഞ്ഞു. എന്താണെന്നറിയാമോ? എന്ന് എൻ്റെ വചനങ്ങളെ വിട്ട് നീ തിരിയുമോ? അവിടെ ഒരു വാക്ക് ഇങ്ങനെയാണ്, എന്ന് നിന്റെ മുഖം തിരിച്ച് നിന്റെ മുതുക് എന്നെ കാണിക്കുമോ അന്ന് ഈ ആലയത്തെ ഞാൻ ഇടിച്ചു കളയും. മാത്രമല്ല എൻ്റെ തിരിഞ്ഞെന്താ കാണിക്കേണ്ടത്? മുഖം കാണിക്കണം. എന്നാൽ ഇപ്പൊ എന്താ കാണിച്ചത്? മുതുക കാണിച്ചത്. എന്താ അർത്ഥമാക്കുന്നത്? They defiled the name of Jesus Christ. They defiled the name of the Lord. രക്ഷകനായ ദൈവത്തിന്റെ നാമത്തെ ദുഷിപ്പിക്കുക എന്ന പ്രവൃത്തിയാണ് മുഖം തിരിക്കാതെ മുതുക് തിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം പറയുന്നു, ഇറ്റ്സ് എ കണ്ടീഷൻ. നീ എന്ന് മുഖം തിരിക്കാതെ മുതുക് തിരിച്ച് കാണിക്കുമോ അന്ന് എൻ്റെ നാമം സ്ഥാപിക്കാൻ പറഞ്ഞ ഈ ആലയത്തെ ഞാൻ തട്ടിയിട്ട് കളയും. ഒന്ന്. രണ്ട്, അത് മാത്രം പോരാ ശലോമോനെ, ശ്രദ്ധിച്ചു കേൾക്ക്. ഈ ദേശത്തെ ഞാൻ പറപ്പിക്കും, നിന്റെ മക്കളുടെ മേൽ സന്ദർശിക്കും. കണ്ടോ, ശലോമോന്റെ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തിട്ട് അടുത്ത മാനദണ്ഡം പറയുകയാണ്, ഒബേ ആൻഡ് അലോ ദ വേർഡ് ഓഫ് ഗോഡ് ടു ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോം യുവർ ലൈഫ് എവറി ഡേ എവറി മൊമെന്റ്. എല്ലാ നിമിഷത്തിലും എല്ലാ സമയത്തിലും എൻ്റെ തിരുവെഴുത്തുകളും എൻ്റെ വചനങ്ങളും നിന്നോട് ക്രിയ ചെയ്തുകൊണ്ടിരിക്കാൻ നീ അനുമതി കൊടുക്കണം. മുഖം തിരിഞ്ഞിരിക്കുന്നവന് മാത്രമേ അനുമതി കൊടുക്കുകയുള്ളൂ. ഇപ്പൊ എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നു. അതെന്താ അർത്ഥം? നിങ്ങൾ എനിക്ക് മുഖം തിരിഞ്ഞിരിക്കുന്നു. ബിക്കോസ് യു ആർ അലോയിങ് മീ ടു പ്രീച്ച് ബിഫോർ യു. നിങ്ങളുടെ മുമ്പിൽ ഈ തിരുവചനങ്ങളെ പ്രസ്താവിക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം തന്നിരിക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ മുഖത്ത് തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മുതുക് തിരിച്ചാൽ നിന്നിൽ നിന്നും ഒന്നും ഞങ്ങൾ കേൾക്കുന്നില്ല എന്നർത്ഥം. ദൈവം പറയുന്നു, നീ എപ്പോൾ മുതുക് തിരിക്കുമോ അപ്പോൾ ഈ ഉയർത്തി നിൽക്കുന്ന വർണ്ണാഭമായ വെള്ളിയും പിച്ചളയും സ്വർണവും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇതിനെ ഞാൻ തട്ടിയിട്ട് കളയും. നിന്റെ ദേശക്കാരെ ഞാൻ പറപ്പിക്കും, മക്കളെ ഞാൻ പറപ്പിക്കും. ഒരുത്തന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ്, വിശ്വസ്തത ദേശത്ത് ആചരിച്ചില്ല എങ്കിൽ തലമുറകളോളം എൻ്റെ സന്ദർശനം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ സന്ദർശനം പലപ്പോഴായി വന്നു കേട്ടോ. ഇരമ്യാ പ്രവാചകൻ ഈ രണ്ടായി മുറിച്ച താഴ്ഭാഗത്തുള്ളതായ യഹൂദ എന്ന നാട്ടിൽ, യെരുശലേമിനെ തലസ്ഥാനമാക്കി യഹൂദ എന്ന നാട്ടിൽ ഇരമ്യാ പ്രവാചകൻ യോശിയാവ് രാജാവ് ഉൾപ്പെടെ തുടങ്ങി സിദക്കിയ രാജാവ് വരെയും ഈ തിരുവചനങ്ങളെ പ്രസ്താവിക്കുമ്പോൾ തൊട്ടു മുമ്പിലുണ്ടായിരുന്ന രാജ്യം അമ്പേ പരാജയപ്പെട്ടു പോയി. ഏത് രാജ്യം? ഇസ്രായേൽ എന്ന രാജ്യം. ശമര്യയെ തലസ്ഥാനമാക്കി അവിടെ സ്വന്തമായ ഒരു ദേവാലയം പണിത് മോശ ഇറങ്ങി വന്നപ്പോൾ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയല്ലോ, ഇരിക്കട്ടെ 2 ദൈവത്തിന് 2 കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവിടെ ആരാധന സ്ഥാപിച്ച് ഞങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് മത്സര ബുദ്ധി കാണിച്ചവളെ ദൈവം ഓൾറെഡി തകർത്തിട്ടു എന്ന് തിരുവചനത്തിൽ കാണുന്നു. എന്നിട്ടും പ്രവാചകൻ വന്ന് വിളിച്ചു പറയുകയാണ്, നിന്റെ സഹോദരിയായ ഇസ്രായേലിനോട് ഞാൻ ചെയ്ത കാര്യം നീ അറിഞ്ഞിട്ടും നിന്റെ പ്രവർത്തികളെ വിട്ട് എൻ്റെ മുഖത്തേക്ക് നിന്റെ മുഖം തിരിക്കാതെ ഇപ്പോഴും മുതുകു തിരിച്ചിരിക്കുന്ന യഹൂദയെ, നിന്നോടുള്ള പ്രവാചകം, നിന്നെ കലത്തിനകത്തിട്ട് വേവിക്കാൻ വടക്ക് നിന്നും കാടിനെ ഇളക്കി ഇതാ സിംഹത്തെ ഞാൻ കൊണ്ടുവരുന്നു. ഇരമ്യാ പ്രവചനം 1-ാമത്തെ അധ്യായം. ഇരമ്യാവിന് പറയുന്നത്, നീ തല ഉയർത്തി നോക്ക്, നീ എന്ത് കാണുന്നു? ദൈവമേ, ഞാൻ കാണുന്നു തിളയ്ക്കുന്ന ഒരു കലം. അത്രേ ഉള്ളൂ. യഹൂദയെ മുഴുവനും അതിനകത്തിട്ട് കർത്താവ് വാറ്റാൻ പോവുകയാണ്. എന്താ കാരണം? ആലയത്തിലേക്ക് അവർ വരുന്നു, പക്ഷേ നേരോടെ നടന്നിട്ടല്ല ആലയത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. പ്രവാചകനായ ഇരമ്യാവ് പറയുന്നു, ദൈവമേ, മലമുകളിലേക്ക് കയറുമ്പോൾ ഇവർക്ക് ഭക്തിയുണ്ട്, പക്ഷെ താഴ്വരയിൽ ഇറങ്ങിപ്പോകുമ്പോൾ ഇവരുടെ പ്രവൃത്തി കൊള്ളത്തില്ല, ഇവരുടെ ഇടപെടൽ കൊള്ളത്തില്ല, സംസാരം കൊള്ളത്തില്ല. ഇവർ മലമുകളിലേക്ക് കയറി വരുമ്പോൾ പരിശുദ്ധനാം ദാതനം എന്ന് പാടുന്നു, പക്ഷെ താഴ്വരയിലേക്ക് എപ്പോൾ ഇറങ്ങുമോ അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് മാറും, ഫേസ്ബുക്ക് സ്റ്റാറ്റസ് മാറും, റീൽസ് മാറും, പിയേഴ്സിന്റെ ഇടയിൽ മാറും. ഞാൻ പാടുന്നില്ല പാടണമെന്നൊക്കെ പറഞ്ഞ് എഴുതി കൊണ്ടുവന്നാണ്, പക്ഷെ ആത്മാവലിരിക്കുന്നില്ല. നോക്കൂ, മലയിലേക്ക് കയറുമ്പോൾ ഉള്ള ഭക്തി താഴ്വരയിലേക്ക് എന്ന് പറഞ്ഞാൽ താമസിക്കുന്നവരുടെ ഇടയിലേക്ക്, ഹല്ലേലൂയ, പാർക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഇല്ല. ഇവർക്ക് 10 പേര് കൂടി അറിയാം ഇവരുടെ സ്വഭാവം. ഞാൻ പറയുന്നില്ല, പ്രവാചകൻ പറയുന്നതാണ്. ലോക മനുഷ്യരായ 10 പേരുടെ നടുവിൽ ഭക്തൻ എന്ന് പറയുന്ന എന്നെ പിടിച്ചുകൊണ്ടിട്ടാൽ
ദൈവത്തിന്റെ ഗുണം കാണിക്കുമോ ലോകത്തിന്റെ ഗുണം കാണിക്കുമോ എന്നുള്ളത് അവരുടെ നടുവിൽ വെച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ഭാഗം ദൈവത്തിൻ്റെത്. നീ എന്ത് കരുതി യഹൂദേ? ആലയത്തിൽ വന്നാൽ മതിയോ പ്രയാസവും ഭാരം മാറാൻ? പോരാ. യഹൂദ നിവാസികളെ നീ അറിഞ്ഞുകൊള്ളുക, താഴ്വരയിലെ നിന്റെ ജീവിതത്തിന് ക്രമം വരുത്താതെ ആലയത്തിലേക്ക് വന്നാൽ ഭാരവും പ്രയാസവും 10 മടങ്ങ് വർദ്ധിക്കും. ദേശത്തെയും ദേശനിവാസികളെയും മക്കളെയും ഞാൻ പറപ്പിക്കും. വടക്ക് നിന്നും സ്കാഡിനെ ഇളക്കി സിംഹത്തെ ഞാൻ കൊണ്ടുവരും. ഈ 7-ാമത്തെ അധ്യായത്തിൽ യിരെമ്യാവോട് പറയുകയാണ്, നീ ഈ വചനത്തെ പ്രസ്താവിക്കുമ്പോൾ അവർ നിന്നോട് പറയും, നീ എന്തായി പറയുന്നത്? ഞങ്ങൾക്ക് ദൈവമുണ്ട്, സ്നേഹവാനായ ദൈവമുണ്ട്, ക്ഷമിക്കുന്നൊരു ദൈവമുണ്ട്, ഞങ്ങൾ ദിനംപ്രതി അർപ്പണങ്ങളും യാഗാർപ്പണങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്, ഈ ദൈവം ഒന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവർ കുരുട്ട് കണ്ണുള്ളവരായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആമേൻ. പ്രിയരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പാപം നമ്മെ നശിപ്പിക്കുന്നു. ദാവീദ് തൻ്റെ മകനെ നന്നായി വളർത്തിയില്ല. നന്നായി വളർത്താതെ ആയുധാഭ്യാസം കൊടുക്കാത്ത ഒരു രാജഭരണം എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കാത്ത ഒരുവന്റെ കയ്യിലാണ് ദൈവം ഏൽപ്പിച്ച ജനത്തെ ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. നല്ലൊരു അപ്പനല്ല ദാവീദ്. വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ശലോമോൻ അവസാനം ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കണം, ദൈവമേ ഈ ജനത്തെ എങ്ങനെ ഭരിക്കണമെന്ന് എനിക്ക് അറിയില്ല, ജ്ഞാനം അങ്ങ് തരണം. അപ്പൊ അപ്പൻ പറഞ്ഞു കൊടുക്കാത്തതിന്റെ കാരണം എന്ത്? ഇപ്പൊ തലമുറകളെ നേരെ വളർത്താതെ അപ്പൻ ചെയ്തുകൊണ്ടിരുന്ന ഉത്തരവാദിത്തങ്ങളെ തലമുറകളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും? രണ്ടായി കീറി ദൈവത്തിന് മുമ്പാകെ കൊണ്ടുവയ്ക്കും. ഒടുവിൽ നാശം. ഭയങ്കര അർത്ഥമല്ലേ? രാജാക്കന്മാരുടെ പുസ്തകം ഒടുവിൽ വരൂ. 2-ാം രാജാക്കന്മാരുടെ പുസ്തകം ഒടുവിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. സ്വന്തം അപ്പന്റെ മുൻപിലിട്ട് പൊടി 2 കുട്ടികൾ അവരെ കഴുത്ത് വെട്ടി കൊന്നുകളഞ്ഞു. അത് കണ്ടതിന് ശേഷം, അതായത് സ്വന്തം തലമുറയെ അന്യജാതിയിൽപ്പെട്ടവൻ വന്ന് കഴുത്ത് വെട്ടി കൊല്ലുന്നത് അപ്പൻ കണ്ടതിന് ശേഷം അപ്പന്റെ 2 കണ്ണും കുത്തി പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് കൈകെട്ടി കൊണ്ടുപോയി ബാബേലിലേക്ക്. സിദക്കിയ രാജാവിന്റെ കാര്യമാണ് പറയുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, എത്ര ശക്തന്മാരായ പ്രവാചകന്മാർ എഴുന്നേറ്റാലും, രാജാക്കന്മാരുടെ കാലത്താണ് ഏലിയാവ് എഴുന്നേറ്റത്, എലീശ എഴുന്നേറ്റത്, പേര് പറയാത്ത ഒത്തിരി പ്രവാചകന്മാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യിരെമ്യാവ് എഴുന്നേറ്റത്, യിരെമ്യാവിന്റെ സെക്രട്ടറിയായ ബാറൂക്ക് എഴുന്നേറ്റത്, എത്രയോ ശക്തന്മാരായ പ്രവാചകന്മാർ, എത്രയോ അത്ഭുതങ്ങൾ. പക്ഷെ ദേശമില്ല, ശൂന്യം. ആളുകളില്ല, ശൂന്യം. മക്കളില്ല, ശൂന്യം. ഇപ്പോഴും അടിമത്തം. വൈ? ദൈവത്തിന്റെ മുഖത്തേക്ക്, സ്വന്തം മുഖത്തെ നോക്കാതെ മുഖം തിരിച്ചു മുതുക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പാപം നമ്മെ നശിപ്പിക്കും. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ യിരെമ്യാ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവവചനത്തെ കേട്ടനുസരിക്കാതെ ഇരിക്കുന്നത് അത്രേ പാപം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവവചനത്തെ മോശമാക്കിയപ്പോൾ അവരുടെ ജീവിതം മുഴുവനും മോശമായി. ദൈവവചനത്തെ മോശമായി കണ്ടപ്പോൾ ആ മോശമായി കണ്ടവരുടെ ജീവിതം മുഴുവനും മോശമായി. ദൈവം ജീവിതത്തെ നിയന്ത്രിച്ചില്ല എങ്കിൽ ഒരു വ്യക്തികൾക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. നിയന്ത്രണം എന്താണെന്ന് ചോദിച്ചാൽ സംരക്ഷണം, പരിപാലനം, നിലനിൽപ്പ്. സംരക്ഷണം, ശത്രുക്കളുടെ തീയമ്പുകളിൽ നിന്നുള്ള സംരക്ഷണം. പരിപാലനം, ഭക്ഷണം, ആരോഗ്യം. പിന്നെ നിലനിൽപ്പ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് മുഴുവനും പട്ടുപോകാതെ നിലനിൽക്കുവാനുള്ളത്. ഇതാണ് ദൈവത്തിന്റെ നിയന്ത്രണം. ദൈവം ജീവിതത്തെ നിയന്ത്രിക്കണം. അതിന് ദൈവവചനത്തിലേക്ക് നമ്മൾ തിരിയണം. പിന്നെ ദൈവാലയത്തെ ദുരുപയോഗം ചെയ്യരുത്. ദൈവാലയത്തെയും ദൈവിക ആത്മീക വിഷയങ്ങളെയും ആത്മീയ കാര്യങ്ങളെയും ദുരുപയോഗം ചെയ്യരുത്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം? എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തെ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ ദൈവം സ്കെയിൽ പിടിച്ച് വലിച്ചിട്ട് നോക്കി അളന്നു തരും, കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന്. അതോ ദൈവത്തിന്റെ തിരുവചനത്തിന് അനുസൃതമായിട്ട് എൻ്റെ ജീവിതത്തെ വരച്ചു വയ്ക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് നിങ്ങൾ കേൾക്കണം. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, തൻ്റെ എല്ലാ ഇംഗിതത്തിനും അനുസരിച്ച് ചുവട് വച്ച ഒരേ ഒരു മനുഷ്യൻ മാത്രമേ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുള്ളൂ. അത് നമ്മുടെ രക്ഷിതാവും കർത്താവും മഹാദൈവവുമായ യേശു കർത്താവ് മാത്രമാണ്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടെടുക്കപ്പെട്ട സഭയോട് പറയുന്നത്, ഇങ്ങനെ എല്ലാ നിലയിലും പിതാവിനെ മാനിച്ച് നമ്മുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുന്ന ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ യേശു മുന്നിൽ വച്ചിരിക്കുന്ന ചുവടുകളെ പിന്നിലേക്ക് പോകാൻ നമ്മുടെ മുഖം തിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും നമ്മുടെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും ലോകത്തിലെ ജീവിതവും ഭവനത്തിലെ ജീവിതവും രഹസ്യവും പരസ്യവുമായ ജീവിതവും നാം ദുരുപയോഗം ചെയ്താൽ അത് പാപത്തിലേക്കും പാപത്തിന്റെ അനന്തരഫലമായ നശീകരണത്തിലേക്കും വരും എന്നുള്ള ആത്മീക സത്യം നമ്മൾ മറന്നു പോകരുത്. ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാനസാന്തരം ഇല്ലാത്തൊരു ജീവിതമില്ല, പാപത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തൊരു ജീവിതമില്ല, പിശാചിനെ എതിർത്ത് നിൽക്കാത്തൊരു ജീവിതമില്ല, കൃപയിൽ ആശ്രയിച്ചിട്ടില്ലാത്തൊരു ജീവിതമില്ല, യേശുവിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കാത്ത ഒരു ജീവിതമില്ല, ആലയത്തിൽ നിന്നും വേർപെട്ടുള്ള ഒരു ജീവിതമില്ല, കൂട്ടായ്മയെ വിട്ടുള്ള ഒരു ജീവിതമില്ല, ദൈവത്തിന്റെ വചനങ്ങളിലുള്ള ആശ്രയം അതില്ലാതെയുള്ള ഒരു ജീവിതമില്ല. ഇവയൊക്കെയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്രിസ്ത്യാനി വാസ്തവത്തിൽ ക്രിസ്ത്യാനിയാകുന്നുള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതത്തെ പുനഃപരിശോധിക്കാനുള്ള ഒരു ആലോചനയാണ് ഈ തിരുവെഴുത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. താളം തെറ്റിയ ജീവിതമാണ്. യിരെമ്യാ പ്രവാചകൻ യഹൂദയോട് ഈ പ്രവചനം പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, താളം തെറ്റിയാൽ എന്ത് സംഭവിക്കും? എല്ലാറ്റിനും ഒരു താളമുണ്ട്, എല്ലാറ്റിനും. നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ ഹൃദയം ഒരു താളത്തിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്തം ശരീരം മുഴുവനും ഒരു വട്ടം കറങ്ങി ഇറങ്ങുന്നതിന് ഒരു താളമുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ താളം അറിയാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ECG എടുത്ത് നോക്കിയാൽ മതി. അതിൽ നമുക്കറിയാം ഹൃദയത്തിന്റെ താളം. നമ്മുടെ പാട്ടുകൾക്ക് ഒരു താളമുണ്ട്, ശരീരത്തിനൊരു താളമുണ്ട്, ജീവിതത്തിന്റെ സന്തുലിത അവസ്ഥയ്ക്ക് ഒരു താളമുണ്ട്, അന്തരീക്ഷത്തിന് ഒരു താളമുണ്ട്, റിതം. നിങ്ങൾ പരിശോധിക്കണം, താളം തെറ്റിയാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ വാദ്യോപകരണങ്ങൾ വായിക്കുന്നവരോട് ചോദിച്ചു നോക്കൂ. ഒരുവൻ പാടാൻ എഴുന്നേറ്റ് നിൽക്കുന്നു, താളം തെറ്റിപ്പാടി, എന്തായിരിക്കും അവസ്ഥ? കേൾവിക്കാരോട് ചോദിക്കൂ, എന്തായിരിക്കും അവസ്ഥ? അരോചകം. അപ്പൊ ദൈവവചനത്തോട് ചേർന്നിട്ടില്ലാത്ത ജീവിതം താളം തെറ്റിയ ജീവിതമാണ്. ആ താളത്തെ കാണുന്ന ദൈവത്തിന് അത് അരോചകമായി തോന്നുന്നു. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിച്ച് താളം തെറ്റിപ്പോയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ആ നല്ല താളത്തിലേക്ക് നമുക്കൊന്ന് കയറി വരാൻ ശ്രമിക്കാം. കർത്താവ് പറയുകയാണ്, ഇതൊക്കെ ശരിയാണ്, എല്ലാ കുറവുകളും പറയാനുണ്ട്, കുറ്റങ്ങൾ പറയാനുണ്ട്, നിന്നിലെ പ്രശ്നങ്ങൾ പറയാനുണ്ട്, കുഴപ്പങ്ങൾ പറയാറുണ്ട്. അപ്പോൾ തന്നെ പരിഹാരം കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? നീ ഒന്ന് എന്നിലേക്കൊന്ന് തിരിഞ്ഞു വന്നാൽ മതി. ഐ വിൽ ഫോർഗിവ്. ഞാൻ ക്ഷമിക്കും. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ക്ഷമിക്കും. ഞാൻ നിന്നോട് വീണ്ടും കരുണ കാണിക്കും. ഞാൻ നിന്നെ ഉറപ്പിക്കും, ദേശത്ത് ഉറപ്പിക്കും, ഞാൻ നിന്റെ മക്കളെ ഉറപ്പിക്കും, തലമുറകളെ ഉറപ്പിക്കും, നിനക്ക് ആശ്വാസം തരും, നിന്റെ ഭാരത്തെ മാറ്റും, പ്രയാസത്തെ മാറ്റും, സമ്പത്തും നന്മയും സമൃദ്ധിയും തന്ന് ഞാൻ നിന്നെ നിറയ്ക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അനുവദിക്കേണ്ടതിൻ്റെ പ്രാധാന്യത. ദൈവത്തെ അനുവദിക്കുക. നിങ്ങൾ നോക്കൂ, ഈ ബാബേൽ പ്രവാസത്തിലാണ് നമ്മുടെ ദാനിയേലിനെയും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയും പിടിച്ചോണ്ട് പോകുന്നത്. ഈ അബേദ്നെഗോയും ശദ്രക്കും മേശക്കും ദാനിയേലും ഒക്കെ താൻ കൽദയരുടെ ദേശത്താണെങ്കിലും കൽദയരുടെ ഒരു ഫാഷനും പുള്ളി പോയി കൈ കൊടുത്തില്ല. കൽദയരുടെ ഒരു സ്റ്റൈലും തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചില്ല. കൽദയരുടെ ഒരു ഫുഡും തൻ്റെ ശരീരത്തിനകത്ത് എടുത്തില്ല. കൽദയരുടെ ഒരു ആരാധനയ്ക്കും താൻ ഇല വെട്ടിയില്ല. കൽദയരുടെ ഒരു ആരാധനയ്ക്കും താൻ തോരണം തൂക്കാൻ പോയില്ല. കൽദയരുടെ ഒരു ആരാധനയ്ക്കും താൻ ഗ്രീറ്റിംഗ്സ് അയച്ചില്ല. കൽദയരുടെ ഒരു ആരാധനയ്ക്കും താൻ ആമേൻ പറഞ്ഞില്ല. താൻ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു. അതെൻ്റെ ഉറപ്പാണ്, അതെൻ്റെ അറിവാണ്, അതെൻ്റെ ബലമാണ്, അതെൻ്റെ ദർശനമാണ്, അതെൻ്റെ വെളിപ്പാടാണ്. അതെവിടെ നിന്ന് ലഭിച്ചു? എൻ്റെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചു. ദൈവവചന ഗ്രഹണത്തിൽ നിന്നും എനിക്ക് ലഭിച്ചു. ദൈവത്തെ നമ്മൾ അനുവദിക്കണം നമ്മുടെ ജീവിതത്തിൽ. ദൈവം പറയണം, ഞാൻ ന്യായവാദം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് വ്യവഹരിക്കുന്നു. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കുവാനുള്ള സമയങ്ങളാണ് ഉപവാസ പ്രാർത്ഥനകൾ. ദൈവത്തോട് ഒരിക്കൽ കൂടെ അരികിലേക്ക് വരാൻ, നമ്മുടെ ജീവിതത്തിൽ തളർന്ന മേഖലകൾ, ക്ഷീണിച്ച അവസ്ഥകൾ,
എല്ലാ മേഖലകളിലും ദൈവം തന്നെ നമ്മെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി നാം ഒരുക്കിയിരിക്കുന്ന, സെറ്റപ്പാട്ട് ചെയ്തിരിക്കുന്ന, വേർതിരിച്ചിരിക്കുന്ന നിമിഷങ്ങളാണ് ഉപവാസ പ്രാർത്ഥനകൾ. ആമേൻ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മുറിച്ചിരിക്കും. ദൈവത്തിൻ്റെ വചനമാണ് ഹൃദയത്തെ തൊടുന്നതെങ്കിൽ മുറിവുണ്ടാക്കും. കാരണം ആ മുറിവ് വന്നാൽ അകത്ത് കട്ടിയായി കിടക്കുന്ന മലിന രക്തത്തെ ഒഴുക്കി പുറത്തു കളയും. പ്രൈസ് ഗാഡ്. ദൈവം മുറിവുണ്ടാക്കിയാൽ പോകുന്നത് മലിനതയായിരിക്കും. മലിനത പോയി അകത്തുള്ള ആരോഗ്യം ക്ഷയിക്കുകയല്ല ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം മുറിവുണ്ടാക്കി മലിനത പുറത്തു പോയാൽ തൻ്റെ നീതിയെ അകത്താക്കി അവൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു. തൻ്റെ നീതി ഒറ്റ വാക്ക് യേശുവാണ്. ആമേൻ. തൻ്റെ കൃപ ഒറ്റ വാക്ക് യേശുവാണ്. ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന ബലം ഒറ്റ വാക്ക് യേശുവാണ്. ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന പ്രതീക്ഷയും പ്രത്യാശയും ഒറ്റ വാക്ക് യേശുവാണ്. അതുകൊണ്ട് 30-ാം അധ്യായത്തിലേക്ക് യിരെമ്യാ പ്രവചനം വരുമ്പോൾ പ്രവാചകനിലൂടെ ദൈവം പറയുന്നത്, ഇനി എഴുത്തും കുത്തുമൊക്കെ ഞാൻ നിർത്തും. പേപ്പറിലെ എഴുത്തും ചർമ്മലിഖിതങ്ങളും ഒക്കെ ഞാൻ നിർത്തിയിട്ട് എൻ്റെ നിയമത്തെ ഞാൻ ഇവരുടെ ഉള്ളത്തിലാക്കുന്നൊരു കാലം വരും. ഇനി ചിന്തിക്കൂ, നിയമം എവിടെയുണ്ടോ അവിടെ ദൈവം വസിക്കുന്നു. ദൈവം വസിക്കുന്ന ഇടം ദൈവത്തിൻ്റെ ആലയം. എന്തുകൊണ്ട് യെരുശലേമിലെ ദൈവാലയം അതിനകത്ത് നിയമമുണ്ട്, നിയമപെട്ടകമുണ്ട്. അപ്പൊ നിയമപെട്ടകം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. ദൈവം എവിടെയുണ്ടോ അത് ദൈവത്തിൻ്റെ ഭവനം, അത് ദൈവത്തിൻ്റെ ആലയം. നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16 മുതൽ 18 വരെയും 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 17 മുതൽ 18 വരെയും പഠിച്ചാൽ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. എന്തുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം? ശരീരത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ നിയമം വസിക്കുന്നു. എന്താ ദൈവത്തിൻ്റെ നീതിയും നിയമവും? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കും എന്നുള്ള അലംഘനീയമായ നിയമം വസിക്കുന്നവരാരോ അവർ തന്നെ ദൈവത്തിൻ്റെ ജീവനുള്ള മന്ദിരം. എന്നിട്ട് പറയുന്നു, ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും. ആമേൻ. നമുക്ക് കാണാൻ കഴിയുന്നത് സുവിശേഷത്തിൽ കയ്യിൽ കയറ് കൊണ്ടുണ്ടാക്കിയ ചാട്ടയുമായി നിൽക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം എവിടെ നിൽക്കുന്നു? ആലയത്തിൽ നിൽക്കുന്നു. അദ്ദേഹം എന്തിന് നിൽക്കുന്നു? മനുഷ്യരെ അടിക്കാൻ വേണ്ടിയല്ല, തൻ്റെ വാണിഭത്തിൻ്റെ എല്ലാ വ്യാപാര സൂത്രങ്ങളെയും അടിച്ച് വെളിയിൽ കളഞ്ഞ് മനുഷ്യരുടെ ഉള്ളിൽ മാനസാന്തരത്തിൻ്റെ പുതുക്കം നൽകാൻ വേണ്ടി. അടി ഓങ്ങി അടിച്ചത് മൃഗത്തിന്റെ മേലാണെങ്കിലും അടി ഹിറ്റ് ചെയ്യേണ്ടത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. ഓങ്ങി അടിച്ചത് പറവമേലാണെങ്കിലും ഈ പറയുന്ന മേശമേലാണെങ്കിലും അതിന്റെ ഹിറ്റിംഗ്, അതിന്റെ പ്രഹരമേൽക്കേണ്ടത് മനുഷ്യന്റെ അന്ധതയ്ക്കാണ്, അവന്റെ അവിശ്വാസത്തിനാണ്. അവൻ മുതുക് തിരിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിലേക്ക് മുഖം തിരിഞ്ഞു വരണം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം തന്റെ കൈ കുറുക്കി പോയിട്ടില്ലെന്ന് അറിയണം. കേൾക്കാൻ കഴിയാതെ വണ്ണം തന്റെ ചെവി മന്ദമായി പോയിട്ടില്ലെന്നും നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അവസാനിപ്പിക്കുന്നത്, ദൈവവചനത്തിൻ്റെ തനിമയ്ക്കൊത്ത് ജീവിക്കാൻ നമ്മെ തന്നെ നമുക്ക് തയ്യാറാക്കാം. അല്ലെങ്കിൽ നാം ആലയത്തിൽ വരുമ്പോൾ കർത്താവ് പറയും, എൻ്റെ വചനത്തിൻ്റെ തനിമ നിൻ്റെ ഉള്ളിലില്ല, ആകയാൽ ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. രാജേഷ്, വെൻ യു ലിവ് ഇൻ വാലീസ്, നീ താഴ്വരയിൽ വസിക്കുമ്പോൾ നിന്റെ സ്വഭാവവും നിന്റെ നടപ്പും നിന്റെ പ്രവൃത്തിയും ഐ ഹേറ്റ്, ഞാൻ വെറുക്കുന്നു രാജേഷ്. നിന്റെ ജീവിതത്തിൻ്റെ ചെയ്തികളും പ്രവൃത്തികളും ഐ ഹേറ്റ്. പക്ഷെ എപ്പോൾ നീ എൻ്റെ ഇഷ്ടത്തിനും വചനത്തിനും അനുസൃതമായി എനിക്ക് വസിക്കാൻ നിന്റെ ശരീരത്തെ ആലയമാക്കി കൊടുത്ത് തൻ്റെ ഇംഗിതത്തിനും തൻ്റെ ഇഷ്ടത്തിനും വേണ്ടി നമ്മെ തന്നെ മാറ്റിവെച്ച് സെറ്റ് അപ്പാർട്ട് വേർതിരിച്ച് വെച്ച് ജീവിക്കുമോ, then I will please on you, ഞാൻ നിന്നിൽ ഞാൻ പ്രസാദിക്കും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇന്ന് ഈ വചനത്തെ എൻ്റെ ജീവനുള്ള കാലമത്രയും ഹൃദയമാകുന്ന സക്രാരിക്കുള്ളിൽ പൂട്ടിവെച്ച് അതിനെ കേടുവരുത്താതെ മലിനത വരുത്താതെ അത് കേട്ട് പഠിച്ച് ഇരുന്ന് പഠിച്ച് മനനം ചെയ്ത് ധ്യാനിച്ച് എൻ്റെ പ്രവൃത്തി അതിന് തത്തുല്യമാക്കിയാൽ ഞാൻ മാത്രമല്ല ബ്ലെസ്ഡ് ആകുന്നത്, എൻ്റെ ജനറേഷൻസും ബ്ലെസ്ഡ് ആകും, എൻ്റെ തലമുറകൾ ബ്ലെസ്ഡ് ആകും. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതിനെ നിങ്ങളുടെ ഹൃദയമെന്ന സക്രാരിക്കുള്ളിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ നിങ്ങൾ പൂട്ടിവെച്ച് മറ്റു ഒരു അസാൻമാർഗികതയ്ക്കും ഒരു അധാർമികതയ്ക്കും ഒരു ദുഷ്പ്രവൃത്തിക്കും ഒരു ദുഷ്കൃത്യത്തിനും ഒരു ദുരാലോചനയ്ക്കും ഒരു ദുശ്ചിന്തകൾക്കും നമ്മുടെ ശരീരത്തെയും ചിന്തകളെയും
സകലത്തെയും ഏൽപ്പിച്ചു കൊടുക്കാതെ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് പിതാവിന്റെ മുമ്പിൽ നിൽക്കാൻ നിർമ്മലീകരിച്ച് ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നിറച്ച് എന്നെ ഒരു ആത്മീക പൈതലാക്കി ഈ പ്രഭാതത്തിൽ മാറ്റിത്തരണമെന്നുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കും. അതുവഴി ഭാരം നീങ്ങിപ്പോകും, പ്രയാസം നീങ്ങിപ്പോകും, ആശ്വാസം ലഭ്യമാകും, സൗഖ്യങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും. ദൈവസഭ ഒരുമിച്ച് ദൈവത്തിൽ സന്തോഷിക്കും. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ആനന്ദത്തിന്റെയും ഘോഷം സിറ്റി ചർച്ചിനകത്ത് മുഴങ്ങി കേൾക്കും. Then the Lord will receive the praise. കർത്താവ് നമ്മുടെ മഹത്വം സ്വീകരിക്കും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനം നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവം ധാരാളമായി സഹായിക്കട്ടെ.